നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഇഷ്ടം നടനാണ് നടൻ ഷാജു ശ്രീധർ. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ ചന്ദിനിയും ഒരു കാലത്ത് മലയാളികളുടെ മനം കവർന്ന ഒരു നടി തന്നെയാണ്. ഇപ്പോഴത്തെ അവർ രണ്ടുപേരുടെയും കൂടുതൽ വിശേഷങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരുമിച്ച് ഒരു കാലത്ത് പ്രണയിച്ച് വിവാഹിതരായവർ. ഒരു ഷോയ്ക്ക് പോകുന്നതിന് മുൻപായി ഇരുവരും ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുകയായിരുന്നു. പല അഭിമുഖങ്ങളിലൂടെയും തങ്ങളുടെ പ്രണയ വിവാഹത്തെക്കുറിച്ച് താരങ്ങൾ തുറന്ന് സംസാരിക്കാറുമുണ്ട്. വിവാഹത്തിന് ശേഷം ഷാജു അഭിനയത്തിൽ സജീവമായെങ്കിലും ചാന്ദിനി അതിൽ നിന്നും പിന്മാറി. 2 പെൺമക്കൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല, നർത്തകിയായ ചാന്ദിനി ഡാൻസ് സ്കൂൾ നടത്തിവരികയാണ്. എന്നാൽ ജീവിതത്തിൽ ഉണ്ടായ ചില പ്രതിസന്ധികളെപ്പറ്റി താരദമ്പതിമാർ പറയുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. നവരത്ന മോതിരം ഇട്ടതിനു ശേഷം വീട്ടിൽ കള്ളൻ കയറിയതടക്കം മോശമായ കാര്യങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായതെന്നാണ് ഇരുവരും പറയുന്നത്. കുറേ മുമ്പ് പാലക്കാട്ട് ഞങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറി 25 പവനോളം കൊണ്ടുപോയി. പോലീസുകാരും വിരലടയാള വിദഗ്ധരും ഒക്കെ വന്നു. അവർ പറഞ്ഞത് ഒരു നായയെ വളർത്തിയാൽ നല്ലതാണെന്നാണ്. പട്ടി കുരയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് കള്ളൻ വന്നാൽ റിയാക്ട് ചെയ്യാൻ സാധിക്കുമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം ഒരു നായയെ വാങ്ങുന്നത്. അതിനെ വാങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ജർമ്മൻ ഷെപ്പേർഡിനെ കള്ളന്മാർ കൊണ്ടുപോയെന്ന് കേട്ടു. അതുകൊണ്ട് വീടിനകത്തിട്ടാണ് പട്ടിയെ വളർത്തിയത്. കള്ളൻ കൊണ്ടുപോയ 25 പവൻ പിന്നീട് കിട്ടിയില്ല. നവരത്നം ഇട്ടാൽ നല്ലതാണെന്ന് ആരോ എന്നോട് പറഞ്ഞു. പക്ഷെ അതിൻ്റെ കല്ല് മാറിപ്പോയാൽ അത് ദോഷമാണത്രേ. എനിക്കും അങ്ങനെയായിരുന്നു എന്ന് തോന്നുന്നു. അത് ഇട്ട അന്ന് മുതൽ എനിക്ക് പ്രശ്നങ്ങളായിരുന്നു. വർക്കിന് പോകുമ്പോൾ അത് മുടങ്ങിപ്പോകും. ഷൂട്ടിന് ചെല്ലുമ്പോൾ എൻ്റേതായിട്ടുണ്ടാവില്ല. ഡേറ്റ് ക്ലാഷ് ആയിട്ട് വർക്കൊന്നും നടക്കാത്ത അവസ്ഥയെ. ഈ മോതിരം ഇട്ടതിന് ശേഷം മൊത്തം മുടക്കങ്ങളാണ് എനിക്കുണ്ടായത്. പിന്നെ വീട്ടിൽ കള്ളൻ കൂടി കയറിയപ്പോൾ ഈ മോതിരം കൂടി കൊണ്ടുപോയി. അതോടെ എല്ലാം ശരിയായി. കള്ളം കയറിയ ദിവസം ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ട്. അച്ഛനും അമ്മയും കിടക്കുന്ന കട്ടിലിനോട് ചേർന്നുള്ള അലമാര തുറന്നാണ് സ്വർണം കൊണ്ടുപോയത്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. വാതിലുകൾ എല്ലാം തുറന്നു മലർത്തിയിട്ടിട്ടുണ്ട്. ചുവരിൽ കുട്ടികളുടെ കാൽപ്പാടുകളായിരുന്നു. നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളാണ് വന്നത്. അവർ ആദ്യം കുട്ടികളെ ഇറക്കും, എന്നിട്ട് വാതിൽ തുറക്കും. ഫോണുകളോ പൈസയോ ഒന്നും കൊണ്ടുപോയിട്ടില്ല, സ്വർണം മാത്രം കൊണ്ടുപോയെന്നും പറയുകയായിരുന്നു നടൻ. എന്തായാലും നടൻ്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ വളരെയധികം ആ ഒരു വീഡിയോ വളരെയധികം വൈറലായി മാറുകയാണ്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.